അത് ലീഗ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും കൃത്യമായി ലീഗിൻ്റെ നിലപാട് പറഞ്ഞു. ആ നിലപാടിന് അനുരോധമായിട്ടുള്ളത് തന്നെയാണ് UDFൻ്റെ നിലപാട്. പിന്നെ ഈ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യക്തികൾക്കുണ്ടായേക്കാം. എനിക്ക് തോന്നുന്നില്ല. ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ലീഗാണ്. സ്വാഭാവികമായി ഇന്നലെ തന്നെ KM ഷാജി ഒരു നിലപാട് പറഞ്ഞപ്പോഴും PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവല്ല ആര് പറഞ്ഞാലും വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നത് ശരിയല്ല, അങ്ങനെ തന്നെയാണ് GT പറഞ്ഞത്. അപ്പോൾ ഈ വീണ്ടും ഇങ്ങനെ പരാമർശങ്ങൾ അത് UDFനകത്ത് തന്നെ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശങ്ങൾ? അതായത് അത് ലീഗിൻ്റെ കാഴ്ചപ്പാടും നിലപാടും കൃത്യമായി അവർ പറഞ്ഞു കഴിഞ്ഞു. അതാണ് UDFും ആ കാര്യത്തിൽ പൂർണ്ണമായും സംതൃപ്തനാണ്. ആ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യക്തികൾക്കുണ്ടാകാം. പാർട്ടി എന്ന നിലയിൽ ലീഗിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ മുതിർന്ന നേതാക്കൾ കൃത്യമായി തന്നെ നിലപാട് പറയുകയും രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്ത് വളരെ വളരെ സ്വാഗതാർഹമാണ്. അതുതന്നെയാണ് ഞങ്ങളും എല്ലാവരും പറയുന്നത്. അതും നമ്മൾ പറയേണ്ട കാര്യമില്ല. ജനാധിപത്യ സംവിധാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ആർക്കും പ്രകടിപ്പിക്കാം. ഇതെല്ലാം നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. രാവിലെ നടത്തിയ ഒരു പ്രതികരണം അത് കാര്യമായിട്ടൊന്ന് ചൂട് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വഖഫ് ഭൂമി തന്നെയാണ് അദ്ദേഹം അത് അതിന് നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള ധാരാളം വശങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കൃത്യമായി എണ്ണിയാണ് 3 കാരണങ്ങളുടെ പേരിലാണ്. അതെല്ലാവരും പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. വില കൊടുത്ത് വാങ്ങേണ്ടതല്ല വഖഫ് ഭൂമി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ കോടതിയാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ പ്രശ്നം സാങ്കേതികത്വത്തിൻ്റെയും നിയമപ്രശ്നത്തിൻ്റെയും പേരിൽ വിഷയം സങ്കീർണമാക്കി മാറ്റി മതപരമായ സ്പർദ്ധയും ധ്രുവീകരണവും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതല്ല, രമ്യമായി പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ രണ്ടും ഞാൻ പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവ് UDFൻ്റെ ചെയർമാനും ലീഗിൻ്റെ നേതൃത്വവും UDFൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് UDFൻ്റെ നിലപാട്. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ചിരുന്നു. സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വ്യക്തമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. UDFൻ്റെ ഒരു പൊതു നിലപാടാണ്. ലീഗിൻ്റെ അധ്യക്ഷനാണ് കൃത്യമായി നിലപാട് പറഞ്ഞത്. ലീഗിന് വേറെ നിലപാടില്ലല്ലോ. ലീഗിന്റെ നിലപാട് ലീഗിന്റെ നിലപാടല്ല. അത് ലീഗിന്റെ നിലപാടായിട്ട് ഞാൻ കാണുന്നില്ല. ലീഗിന്റെ നിലപാട് അവർ പറഞ്ഞല്ലോ. അതാണ് വ്യത്യസ്തമായി വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ ഉണ്ടാകാം, അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അത് ലീഗാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അത് ലീഗ് ചർച്ച ചെയ്തിട്ട് ആ കാര്യത്തെ സംബന്ധിച്ച് അവർ പറയും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പൊതുവായി UDF എടുത്തിട്ടുള്ള പൊതുവായ നിലപാട് വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് പ്രശ്നം വഷളാക്കുക എന്നുള്ളതല്ല. അവിടെ ഒരാൾ പോലും കുടിയൊഴിപ്പിക്കപ്പെടാൻ പാടില്ല. അവർ വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരാണ്. വില കൊടുത്തു വാങ്ങിയിട്ടുള്ള ഭൂമിയാണ്. വഖഫ് നിയമം അനുസരിച്ചുള്ള വ്യവസ്ഥകൾ ബാധകമല്ലാത്ത സ്ഥിതിയാണ് നിയമപരമായി പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ. ആ ഒരു സാഹചര്യത്തിലാണ് ലീഗും UDFും ഒക്കെ ആ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. കാര്യമായ നിയമനിർമ്മാണവും മറ്റും നടക്കുന്നില്ല. 1. 2. അതിൽ ഇന്ത്യ മുന്നണി വലിയ ഊർജ്ജമായി വന്നിട്ട് ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഭിന്നത ഉണ്ടായിരിക്കുന്നു. TMC അതിൽ എതിരഭിപ്രായം പറയുന്നു. കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ശരിയല്ലാതെ SP അകന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്താണ് സംഭവിക്കുന്നത്? അങ്ങയുടെ അഭിപ്രായം, RSPയുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യ മുന്നണി കക്ഷി എന്ന നിലയിൽ CPIക്ക് അല്ല, പൊതുവേ പാർലമെന്റ് അനന്തമായി സ്തംഭിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ധാരാളം ജനകീയ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കാനുണ്ട്. ഇപ്പോൾ 2 ആഴ്ചയും 1 ദിവസവും പിന്നിട്ടപ്പോൾ ആകെ 2 ദിവസം മാത്രമാണ് പാർലമെൻറ്റ് സമ്മേളിച്ചത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സാധാരണഗതിയിൽ പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉന്നയിച്ച് സഭയിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനുള്ള നിലപാടാണ് സാധാരണഗതിയിൽ ഗവൺമെൻറ് സ്വീകരിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്നും കഴിഞ്ഞ ദിവസവും ഒക്കെ കണ്ടത്
സംസാരിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പായി തന്നെ സഭ പിരിച്ചുവിടാനുള്ള നിർദ്ദേശമാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ന് തന്നെ സഭ ഏകപക്ഷീയമായിട്ട് പിരിയുകയാണ്. രാവിലെ ശ്രീ കെ.സി. വേണുഗോപാൽ എഴുന്നേറ്റെന്തോ പ്രശ്നം പറയാൻ ഉന്നയിച്ചപ്പോൾ തന്നെ സഭ പിരിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ്. എൻ്റെ ചോദ്യം ആദ്യത്തെ ചോദ്യമായിരുന്നു. എൻ്റെ ചോദ്യം അത് ബഹളം ഉണ്ടാകുമ്പോൾ എന്താണ് ഗവൺമെൻറ് സഭ നടത്തിക്കൊണ്ട് പോകാൻ, ഗവൺമെൻറ്റാണല്ലോ പ്രധാനമായി സഭാനാഥനാരാണ്, സഭാനാഥൻ സ്പീക്കറാണ്, സഭയുടെ നേതാവ് പ്രധാനമന്ത്രിയാണല്ലോ. സഭ സുഗമമായി നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. ഗവൺമെൻറ് അനുനയത്തിൻ്റെ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രശ്നം വഷളാക്കാൻ ഉപകരിക്കുന്ന നിലയിലുള്ള തന്ത്രവുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും സഭ അനന്തമായി ഒരു ബിസിനസ്സും ട്രാൻസാക്ട് ചെയ്യാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിലും പാർലമെൻറ്റിലുമുള്ള വിശ്വാസ്യത തന്നെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. അല്ല, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ്. ആ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഒന്ന്, പ്രതികരിക്കുക മാത്രമല്ല, അനുനയമുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രശ്നത്തെ വഷളാക്കാനാണ് ഗവൺമെൻറ് വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനങ്ങളുമായി നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിരവധി ഉന്നയിക്കാറുണ്ട് പാർലമെന്റിൽ. അദാനി എന്ന ഒറ്റ പ്രശ്നത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഒരു പരിധിവരെയും ഉള്ളത്. അത് അങ്ങയുടെ അഭിപ്രായം എന്താ? അങ്ങ് എന്ന് ചോദിക്കുന്നത് ഈ പ്രധാനമന്ത്രി പോലും വിലമതിക്കുന്ന ആ നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അദാനി വിഷയം പാർലമെൻറ്റ് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കുന്ന നിലയിൽ ഗുരുതരമായ സാമ്പത്തിക അഴിമതി ആരോപണമാണ് അദാനിക്കെതിരെ US ഗവൺമെൻറ് തന്നെ കേസെടുത്തു, FIR രജിസ്റ്റർ ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഗുരുതരമായ സാമ്പത്തിക അഴിമതി നടത്തിയാണ് ഊർജോൽപാദന രംഗത്ത് അദാനി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുതരമായ ആക്ഷേപം നിലനിൽക്കുന്നു. നേരത്തെ നിരവധി അന്താരാഷ്ട്ര ഏജൻസികൾ അദാനിക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. സെബി അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്, പക്ഷേ ഫലപ്രദമായിട്ടുള്ള ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അന്വേഷണമാണ് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഇതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, മുമ്പ് UPA ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഷെയർ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വിഷയത്തെ സംബന്ധിച്ച് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വെച്ചാണ് അന്വേഷിച്ചത്. PC ചാക്കോയായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ. സമാന സ്വഭാവത്തിൽ എന്തുകൊണ്ടൊരു സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണത്തിന് മുതിരുന്നില്ല? അന്വേഷണമില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിന്മേൽ പ്രതികരിക്കാൻ പോലും പാർലമെൻറ്റിൽ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല, റെസ്പോൺസ് പോലും ഉണ്ടാകുന്നില്ല. ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം സ്വാഭാവികമായും അതിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കും. പ്രതിഷേധം പ്രകടിപ്പിക്കുമ്പോൾ അനുനയത്തിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എന്നിട്ടും ഒരു ഘട്ടം വന്നപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങി 2 ദിവസം സഭ സുഗമമായി പോയപ്പോഴാണ് പുതിയ സബ്മിഷനുമായി BJPയുടെ അംഗമായിട്ടുള്ള അദ്ദേഹം തന്നെ BJP തന്നെ ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വരികയാണ്. രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം സഭയിൽ ഉന്നയിച്ചുകൊണ്ട് സഭാതലം പ്രക്ഷുബ്ധമാക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ അതിന്മേൽ തട്ടിയിട്ടാണ് സഭാ നടപടികൾ സ്തംഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തെ കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പോൾ സഭാസ്തംഭനത്തിന് ഉത്തരവാദി സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് സഭാ നടപടികൾ നടത്തിക്കൊണ്ടു പോകാനുള്ള താല്പര്യമില്ല എന്ന് വേണം വിലയിരുത്താൻ. പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുക സ്വാഭാവികമാണ്.